Hi all, BTU BTech Mechanical Engineering സെമസ്റ്ററിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് 1 എന്ന സബ്ജക്റ്റിന്റെ 5th മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലീഫ് സ്പ്രിംഗ് ഡിസൈൻ പ്രോബ്ലം ആണ് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലീഫ് സ്പ്രിംഗിന്റെ ഡിസൈനിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നമ്പർ ഓഫ് ലീവ്സ് അത് പറഞ്ഞതിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നുകൂടി തരാം. നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് I എന്നുള്ളതാണ് നമ്മുടെ നൊട്ടേഷൻ. I is equal to IF plus IG ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ IF എന്നുള്ളത് is the number of extra full length leaves. Then IG is equal to number of graduated leaves including master leaf. പിന്നെ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ അറിയേണ്ട ഒരു കാര്യമാണ് the radius to which the leaves should be initially bent. നമ്മളിവിടെ ലീഫ് സ്പ്രിങ്ങിനൊരു സെമി എലിപ്റ്റിക്കൽ ഷേപ്പ് ഒക്കെയാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ ഈ ഒരു റേഡിയസ് പറയുന്ന സമയത്ത് നമ്മൾ അതിനൊരു സർക്കുലർ ഷേപ്പ് തന്നെയാണ് കൊടുക്കുക. നമുക്ക് ആ ഒരു റേഡിയസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. R എന്നുള്ളതാണ് നമ്മുടെ നൊട്ടേഷൻ. ഇപ്പൊ നമ്മൾ ഇനീഷ്യലി യൂസ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു റേഡിയസ് ആണ് ഇവിടെ പറയുന്നത്. ഇതാണ് നമ്മുടെ ലീഫിന്റെ ഒരു ഷേപ്പ് എന്ന് വിചാരിക്കുക. ഈ ഒരു ഡിസ്റ്റൻസ് റേഡിയസ് ആണ്. അതേപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഇതെല്ലാം ഇവിടുത്തെ ക്യാപിറ്റൽ R എന്ന് പറയുന്ന റേഡിയസ് ആണ്. തന്നെ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ മാർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ. നമ്മളത് Y എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ഇവിടെയുള്ള ലീഫിന്റെ ആ ഒരു ടോട്ടൽ ലെങ്ത് എന്നുള്ളത് നമ്മൾ സ്പാൻ ഓഫ് ലീഫ് ക്യാപിറ്റൽ L എന്നുള്ള നൊട്ടേഷനാണ് കൊടുക്കുന്നത്. ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ ഈ ഒരു സൈഡ് മൊത്തം ഇവിടെ R ആണ്. ദെൻ ഈ ഒരു ഭാഗം മാത്രം എടുക്കുകയാണെങ്കിൽ R മൈനസ് Y എന്ന് വരും. ദെൻ ഈ ഒരു സൈഡ് എന്നുള്ളത് L/2 എന്ന് വരും. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ R² is equal to R minus Y whole square plus L/2 whole square. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ R² is equal to R minus Y whole square A minus B whole square എന്നുള്ള രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ R² minus 2RY plus Y square plus L/2 whole square. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് R² ടേംസ് ക്യാൻസൽ ആവും. 2RY is equal to Y square plus L/2 whole square എന്ന് കിട്ടും. ദെൻ ഇതിൽ നിന്ന് നമുക്ക് റേഡിയസ് ആണ് വേണ്ടത്. അപ്പോൾ R is equal to Y square plus L/2 whole square all divided by 2Y. ഇതാണ് നമുക്ക് ഇൻ കേസ് നിങ്ങളോട് ചോദ്യത്തിൽ റേഡിയസ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ലീഫിന്റെ ഇനീഷ്യലി ലീഫുകൾ ബെൻഡ് ചെയ്യേണ്ട ഒരു റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. എ സെമി എലിപ്റ്റിക്കൽ laminated vehicle spring to carry a load of 6000 Newton is to consist of 7 leaves 65 mm wide, 2 of the leaves extending the full length of the spring. The spring is to be 1.1 meter in length and attached to the axle by 2 U bolt 80 mm apart. The bolt
hold the central portion of the spring so tightly that they may be considered equivalent to a band having a width equal to the distance between the board. Assume design stress for spring material as 350 megapascal. Determine thickness of leaf, deflection of spring, diameter of eye, length of leaves, the last one radius to which the leaf should be initially bent. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ചോദ്യം ഒന്നുകൂടി ജസ്റ്റ് നോക്കാം. സെമി എലിപ്റ്റിക്കൽ ലാമിനേറ്റഡ് ലീഫ് സ്പ്രിംഗ് ആണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് 6000 ന്യൂട്ടൺ ആണ്. ദെൻ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് എന്നുള്ളത് 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു ലീഫിന് വരുന്ന വിഡ്ത്ത് എന്നുള്ളത് 65 mm ആണ്. ദെൻ ഈ 7 ലീവ്സിൽ 2 ലീഫ് എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീവ്സ് ആണ്. ദെൻ സ്പ്രിങ്ങിന്റെ സ്പാൻ ടോട്ടൽ ലെങ്ത് എന്നുള്ളത് 1.1 മീറ്റർ. ദെൻ അവിടെ യു ബോൾട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് ഒക്കെ പറയുന്നുണ്ട്. 80 mm എന്നെടുത്ത് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഇൻഎഫക്റ്റീവ് ലെങ്ത് ആണ്. അത്രയും പോർഷൻ റിജിഡ്ലി ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവിടെ വേറെ ഡിഫോർമേഷൻസ് ഒന്നും പോസിബിൾ അല്ല. ദെൻ മെറ്റീരിയലിന്റെ ഡിസൈൻ സ്ട്രെസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗിവൺ ഡാറ്റ പെട്ടെന്നൊന്ന് നോട്ട് ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് ഡിസൈൻ ഓഫ് സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യാം. ദെൻ നമുക്ക് ഇവിടെ ലോഡ് തന്നിട്ടുണ്ട്. F is equal to 6000 Newton. Then total number of leaves I is equal to 7. IF is equal to 2. IG is equal to 5. I ഉം IF തന്നു കഴിഞ്ഞാൽ IG നമുക്ക് എഴുതാൻ അറിയാം. Then width B dash is equal to 65 mm. ലീഫിന്റെ വിഡ്ത്ത് നമ്മൾ B dash എന്ന് പറഞ്ഞ നൊട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത്. Then span capital L is equal to 1.1 meter, which is equal to 1100 mm. Then ineffective length തന്നിട്ടുണ്ട്. L dash is equal to 80 mm. അപ്പൊ ആദ്യമേ തന്നെ എഫക്റ്റീവ് ലെങ്ത് 2L is equal to L minus L dash, which is equal to 1020 mm. Then half of effective length കൂടെ എഴുതി കഴിഞ്ഞാൽ L small letter L is equal to 510 mm. Then നമുക്ക് പിന്നെ തന്നിട്ടുള്ളത് ഡിസൈൻ സ്ട്രെസ്സിന്റെ വാല്യൂ ആണ്. ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ് എന്ന് തന്നെ എഴുതാം. Sigma D is equal to 350 megapascal. Okay, അപ്പോൾ ഇത്രയാണ് നമുക്ക് given data. Then find first one thickness H എന്നുള്ളതാണ് നമ്മുടെ notation. Second one deflection Y എന്നുള്ളതാണ് notation. Third one is diameter of eye. Fourth one is length of leaves. Fifth one is initial radius of leaves. R എന്നുള്ളതാണ് നമ്മുടെ notation. Diameter of eye നമുക്ക് small d എന്നുള്ള notation കൊടുക്കാം. Then length of leaves L1, L2, etc. Problem solve ചെയ്ത് തുടങ്ങാം. So step 1 thickness of leaves. അപ്പോൾ നമ്മളിവിടെ ലീഫിന്റെ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലീഫിലത്തെ സ്ട്രെസ്സിന്റെ ബേസിലാണ്. ദെൻ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ പ്രത്യേകിച്ച് പ്രീ സ്ട്രെസ്ഡ് ആണോ അല്ലയോ എന്നുള്ളതൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മള് പ്രീ സ്ട്രെസ്ഡ് അല്ല എന്നുള്ള ആ ഒരു അസംഷനിലാണ് മുന്നോട്ട് പോവുക. ദെൻ ആ ഒരു കേസിൽ നമുക്ക് 2 രീതിയിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടായിരിക്കും. അതായത് ഫുൾ ലെങ്ത് ലീഫിൽ ആക്ട് ചെയ്യുന്ന ഒരു സ്ട്രെസ് ഉണ്ട്, അതേപോലെ ഗ്രാജുവേറ്റഡ് ലീഫിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ഉണ്ട്. അപ്പൊ അതിൽ മാക്സിമം സ്ട്രെസ് എന്നുള്ളത് സിഗ്മ എഫ് ഫുൾ ലെങ്ത് ലീഫിലുള്ള സ്ട്രെസ് ആണ്. അപ്പൊ അതിന്റെ ബേസിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നോ പ്രീ സ്ട്രെസ് in extra full length leaf, so we need to consider separate equations for sigma f and sigma g.
where sigma f is greater than sigma g. Therefore, the design is based on stress-induced extra full-length leaf. Sigma f is equal to 9FL by b dash h square into 2IG plus 3IF. K. Mahadevan data book page 182. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ആവശ്യമുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. F is equal to 6000 Newton. Half of effective length L is equal to 510 mm. B dash is equal to 65 mm. Then IG and IF. IG is equal to 5. IF is equal to 2. അപ്പോൾ ഇവിടെ നമുക്ക് അൺനോൺ ആയിട്ട് വരുന്നത് നമ്മുടെ തിക്നെസ് മാത്രമാണ്. ദെൻ ഇതിൽ പിന്നൊരു വാല്യൂ ഉള്ളത് നമ്മുടെ ഡിസൈൻ സ്ട്രെസ്. അപ്പോൾ ഇവിടുത്തെ സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു സിഗ്മ ഡി ഈസ് ഈക്വൽ ടു 350 മെഗാപാസ്കൽ. അപ്പോൾ നമുക്കിത് എച്ചിൻ്റെ ടൈമിൽ എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 into 6000 into 510 divided by b dash is equal to 65 into 350 into 2IG plus 3IF 16. So h square ന്റെ വാല്യൂ എന്നുള്ളത് 75.659 എന്ന് കിട്ടും. Then h is equal to 8.698 mm. Then നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോഴത്തേക്കും 10 mm. മഹാദേവൻ ഡാറ്റ ബുക്കിലെ പേജ് 198 റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റാൻഡേർഡ് തിക്നെസ് ലീഫ് സ്പ്രിങ്ങിന്റെ പ്ലേറ്റുകളുടെ സ്റ്റാൻഡേർഡ് തിക്നെസ് നമുക്ക് ഡാറ്റ ബുക്കിൽ അവൈലബിൾ ആണ്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഫൈനലി എച്ചിന്റെ വാല്യൂ എന്നുള്ളത് 10 mm ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അവസാനിച്ചു. ദെൻ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. സ്റ്റെപ്പ് 2 നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഡിഫ്ലക്ഷൻ ഓഫ് ദ സ്പ്രിംഗ് y. Y is equal to 6 FL cube divided by b dash h cube e into 2IG plus 3IF. ഓക്കെ, അപ്പം ഇതും നമ്മൾ KM ഡാറ്റ ബുക്ക് പേജ് 182 തന്നെയാണ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് ഒരു ഡാറ്റ വരുന്നത് യങ്സ് മോഡുലസ് ഇ എന്നുള്ളതാണ്. 2.1 into 10⁵, which is equal to 6 into 6000 into L cube 510 whole cube divided by b dash. B dash value 65. Then h cube is equal to 10 cube. Then e is equal to 2.1 into 10⁵. Then 16. So ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിഫ്ലക്ഷൻ y is equal to 21.86 mm. 6000 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ലോഡ് ആക്ട് ചെയ്യുന്ന കേസിൽ ഇവിടെ വരുന്ന മാക്സിമം ഡിഫ്ലക്ഷന്റെ ഒരു വാല്യൂ ആണ് നമുക്ക് 21.86 mm എന്ന് കിട്ടിയിട്ടുള്ളത്. y max എന്ന് പറയുന്ന മാക്സിമം ഡിഫ്ലക്ഷനെയാണ് നമ്മൾ ക്യാമ്പർ എന്ന് വിളിക്കുന്നത്. തേർഡ് സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പം നമ്മളിവിടെ ഡയാമീറ്റർ ഓഫ് ഐ, ലീഫ് സ്പ്രിങ്ങിന്റെ ഐ എന്ന് പറയുന്ന പോർഷൻ സ്പ്രിങ്ങിന്റെ മാസ്റ്റർ ലീഫിന്റെ രണ്ടെൻഡും നമ്മൾ ഒരു ഐ ഫോം ചെയ്തിട്ടുണ്ട്. ദെൻ ആ ഒരു ഐ എന്ന് പറയുന്ന ആ ഒരു പോർഷന്റെ ഡയാമീറ്റർ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഐ എന്നുള്ള ഡയമീറ്റർ കിട്ടാനായിട്ട് നമ്മൾ അവിടത്തെ പിന്ന് ഡിസൈൻ ചെയ്തിട്ടാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം പറയാം. ദ ഇന്നർ ഡയാമീറ്റർ ഓഫ് ഐ ഈസ് ഈക്വൽ ടു പിൻ ഡയാമീറ്റർ. സോ നമുക്കിവിടെ പിന്ന് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് പിന്നിന്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ പിന്നിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് ഒന്ന്, ദ സ്പ്രിംഗ് മേ ഫെയിൽ ഇൻ ക്രഷിംഗ് ഓർ ബെൻഡിങ്. അപ്പോൾ നമുക്ക് ഇനീഷ്യലി ക്രഷിംഗ് കൺസിഡർ ചെയ്യാം. കൺസിഡർ ദ പിൻ ഇൻ ക്രഷിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പിന്നിന്റെ ഒരു ഡയഗ്രാം ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. നമുക്ക് വണ്ടിയുടെ വെഹിക്കിളിന്റെ ചേസുമായിട്ട് കണക്ട് ചെയ്യുന്ന പോർഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ദെൻ നമ്മുടെ പിന്ന്, അപ്പോൾ ഈ ഒരു കാണുന്നതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന പിന്ന്. അപ്പോൾ ഇതൊരു ഹോളോട് കൂടിയിട്ട് പിന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതിനെ ഒരു പിന്ന് അഡീഷണലി ഒരു പിൻ ഉപയോഗിച്ചിട്ട് അവിടെ ലോക്ക് ചെയ്യാം. ദെൻ ഡി എന്ന് പറയുന്ന ഈ ഒരു പിന്നിന്റെ ഡയമീറ്റർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അപ്പോൾ ഈ ഒരു പിന്നിൽ നമ്മൾ പിന്നെ ഇതിന്റെ കവർ ചെയ്തുകൊണ്ട് നമ്മുടെ ലീഫിന്റെ പോർഷൻ അവിടെ വരുന്നുണ്ട്. ഐ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നത് നമ്മുടെ ഐ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ. ഓക്കെ, അപ്പോൾ ക്രഷിങ്ങിന്റെ കേസിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ആ ഒരു ബിയറിംഗ് പ്രഷർ അല്ലെങ്കിൽ ആ ഒരു ക്രഷിംഗ് സ്ട്രെസ്സിന്റെ ഒരു വാല്യൂ നമുക്ക് ഉണ്ടായിരിക്കണം. ദെൻ ക്രഷിംഗ് ലോഡ്, ആക്ച്വലി ഇവിടുത്തെ ടോട്ടൽ ലോഡ് ബൈ 2 എന്നുള്ളതാണ് ക്രഷിംഗ് ലോഡായിട്ട് വരിക. ക്രഷിംഗ് ലോഡ് ഈസ് ഈക്വൽ ടു ബിയറിംഗ് പ്രഷർ ഇൻടു പ്രൊജക്റ്റഡ് ഏരിയ. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് പിന്നിന്റെ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ പ്രൊജക്റ്റഡ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ പിൻ ഡയമീറ്റർ കൂടി വരും. ദെൻ നമ്മളിവിടെ ഈ ഒരു ബിയറിംഗ് പ്രഷർ എന്നുള്ളത് അസ്യൂം ചെയ്യണം. ക്രഷിംഗ് പ്രഷർ അല്ലെങ്കിൽ ബിയറിംഗ് പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അത് 8 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നാണ് നമ്മൾ ആ ഒരു കോൺടാക്ട് പോർഷനിലെ ഈ ഒരു ഐയും അവിടുത്തെ പിന്നും നമ്മൾ ഉപയോഗിക്കുന്ന സിലിണ്ടറിക്കൽ പിന്നും തമ്മിൽ കോൺടാക്ട് വരുന്ന ഭാഗത്തുള്ള ബിയറിംഗ് പ്രഷറിന്റെ വാല്യൂ 8 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി എടുത്ത് എഴുതാം. ക്രഷിംഗ് ലോഡ് F/2 is equal to ബിയറിംഗ് പ്രഷർ 8 ഇൻറ്റു പ്രൊജക്റ്റഡ് ഏരിയ. അപ്പോൾ ഇവിടുത്തെ പ്രൊജക്റ്റഡ് ഏരിയ എന്നുള്ളത് ഈ ഒരു പിന്നിന്റെ ഡയമീറ്റർ ഇൻറ്റു വിഡ്ത്ത്, അതാണ് ഇവിടുത്തെ പ്രൊജക്റ്റഡ് ഏരിയ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വരുന്ന ഈ ഒരു പ്ലേറ്റിന്റെ വിഡ്ത്തും പിന്നിന്റെ ഡയമീറ്ററും ആണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. പ്ലേറ്റിന്റെ വിഡ്ത്ത് നമ്മൾ B' എന്നുള്ള നൊട്ടേഷനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രൊജക്റ്റഡ് ഏരിയ എന്നുള്ളത് B' ഇൻറ്റു സ്മോൾ d ചെയ്യുമ്പോൾ കിട്ടും. ദെൻ നമുക്ക് d എന്ന് പറയുന്ന വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ d is equal to F/2 8 into B'. 6000 divided by 2 into 8 into 65 which is equal to 5.769. ദെൻ നമ്മൾ ഈ ഒരു പിന്നിന്റെ ഡയമീറ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് 6 mm. അപ്പോൾ അവിടുത്തെ അലൗബിൾ ബിയറിംഗ് പ്രഷറിന്റെ വാല്യൂവിനനുസരിച്ചാണ് ഈ ഒരു പിൻ ഡയമീറ്റർ കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ പിന്നിന്റെ ബെൻഡിങ്ങും കൂടി നോക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ വരച്ച ഫിഗർ ഒന്നുകൂടി വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഈ ഒരു ലീഫിന്റെ വിഡ്ത്ത് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. B' എന്നുള്ളതാണ് നമ്മുടെ വിഡ്ത്ത്. ഓക്കെ, അതേസമയം ഇവിടെ ചെറിയ 2 ഗ്യാപ്പ് കൂടി അവൈലബിൾ ആണ്. അതിനെ നമ്മൾ തൽക്കാലം ക്ലിയറൻസ് എന്നുള്ള രീതിയിലാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലിയറൻസ് C. ഓക്കെ, ദെൻ ഇവിടെ മൊത്തം ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 എൻഡിലേക്കും അതിന്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു F/2 എന്ന് പറയുന്ന ലോഡ്, ഒരു പോയിന്റ് ലോഡ് നമ്മുടെ ഈ ഒരു പിന്നിന്റെ മിഡിലായിട്ട്, ഇതൊരു ബീമായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ബെൻഡിങ്ങും കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ ഈ ഒരു F/2 എന്ന് പറയുന്ന ലോഡ് അതിന്റെ മിഡിലായിട്ട് ആക്ട് ചെയ്യണു എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യണത്. അപ്പോൾ നമുക്കിവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഒന്ന് നോക്കണം. അതിന്റെ ബേസിലാണ് നമ്മൾ ഇവിടുത്തെ ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഇക്വേഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പിന്നിന്റെ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു പിന്നിന്റെ ലെങ്ത് is equal to width of plate plus 2 times of clearances. സോ നമുക്ക് ഇവിടുത്തെ വാല്യൂ എന്നുള്ളത് 65 plus 2 times of C.
Then നമുക്ക് ഈ ഒരു ക്ലിയറൻസ് എന്നുള്ളത് 2 mm ആണെന്ന് അസ്യൂം ചെയ്യാം. Clearance C is equal to 2 mm. Therefore, total length of pin. So 65 plus 4 which is equal to 69 mm എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പിന്നിന്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. then ഇവിടെ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്നുള്ള രീതിയിലാണ് ആക്ട് ചെയ്യുക. ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം bending moment m is equal to by 2 into അവിടെ p dash plus 2 times of c എന്നുള്ള വാല്യൂ divided by 4. So bending moment m is equal to 3000 into v dash plus 2c is equal to 69 divided by 4. 51,750 എന്നുള്ളതാണ് ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ് വരുന്നത്. സോ നമുക്ക് ഇവിടുത്തെ ബെൻഡിങ് സ്ട്രെസ് സിഗ്മ ബി is equal to 32m by pi d cube, where d is the diameter of pin. ഇവിടുന്ന് d ക്യൂബിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ 32m divided by pi sigma b, 32 into 51,750 divided by 3.14 into bending stress. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം കൂടി ചെയ്യണം. assume sigma b is equal to 80 Newton per millimeter square. ഇവിടുത്തെ അലവബിൾ ബെൻഡിങ് സ്ട്രെസ്സിന് ഒരു വാല്യൂ, ഇത് പിന്നിന്റെ കേസ് ആണ്. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഒരു ബെൻഡിങ് സ്ട്രെസ് തന്നിട്ടുണ്ട്, അത് അവിടുത്തെ ലീഫിനുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പിന്നിനുള്ള ബെൻഡിങ് സ്ട്രെസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. വെയിറ്റ് എന്നുള്ളതാണ് ഞാൻ തൽക്കാലം എടുത്തിട്ടുള്ള വാല്യൂ. സോ അപ്പൊ ഇവിടുത്തെ ഡി ക്യൂബ് എന്നുള്ളത് 6592.35 എന്നാണ്. then അതിന്റെ ക്യൂബ് റൂട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ d is equal to 18.75 mm which is approximately equal to 20 mm. സോ ഇതാണ് ഇവിടുത്തെ ലാർജർ പിൻ ഡയാമീറ്റർ എന്നുള്ള രീതിയിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡയമീറ്റർ ഉണ്ടെങ്കിലാണ് ബെൻഡിങ്ങിനെ ഈ ഒരു പിന്ന് വിത്ത്സ്റ്റാൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ ദെൻ ഇതിനു മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച വളരെ ചെറിയൊരു വാല്യൂ ആണ്. അപ്പോൾ ആ ഒരു വാല്യൂ ക്രഷിങ്ങിനെ റെസിസ്റ്റ് ചെയ്യും, പക്ഷെ അതിന് ഒരിക്കലും ബെൻഡിങ് സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ബെൻഡിങ് ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സ്റ്റെപ്പ് 4 നമ്മൾ ഇവിടുത്തെ ലീവ്സിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സ്പാൻ ഓഫ് ലീവ്സ് ഇസ് ഈക്വൽ ടു L, then effective length L is equal to 510 millimeter. The number of extra full length leaves IF is equal to 2. For smallest leaf L1 is equal to 2L divided by I minus 2 into the leaf number plus L dash in effective length. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മൊത്തം ലീഫിന്റെയും ലെങ്ത്തുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ L1ന്റെ വാല്യൂ നമുക്ക് ഒന്നുകൂടി എടുത്ത് എഴുതി അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. L1 is equal to 2 into 510 ആണ്. then I minus 2 എന്ന് പറയുന്ന ഒരു ടേം 7 minus 2 എന്ന് പറയുമ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 5 എന്ന് വരും. then into 1 plus 80. So we will get the value of L1 as 284 mm. അപ്പോൾ സിമിലർ ആയിട്ട് ബാക്കിയുള്ള ഡയമെൻഷൻസ് അല്ലെങ്കിൽ ലീഫിന്റെ ലെങ്ത് കൂടി കാൽക്കുലേറ്റ് ചെയ്യുക. L2 is equal to സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്നുള്ളത് 488 mm എന്നാണ്. then L3 is equal to
ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് L3 എന്ന് പറയുന്ന ലെങ്ത്തിന്റെ വാല്യൂ 692 mm എന്ന് കിട്ടും. സോ L4 is equal to 2 times of 5 divided by 5. സോ ഫിഫ്ത്ത് ലീഫിന്റെ ലെങ്ത് എന്നുള്ളത് ഇത് ആക്ച്വലി ഫുൾ ലെങ്ത് ലീഫിന്റെ ലെങ്ത് തന്നെയാണ്. ദെൻ സിക്സ്തും സെവൻത്തും 2 ലീഫുകളും കൂടിയിട്ടുണ്ട്. അതിൽ സിക്സ്ത് ലീഫും ഫുൾ ലെങ്ത് ലീഫ് തന്നെയാണ്, അതുകൊണ്ട് അതിന്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ ലെങ്ത് എന്നുള്ളത് സെയിം ആണ്. ദെൻ സെവൻത്ത് ലീഫ്, ദി മാസ്റ്റർ ലീഫ്. ഈ ഒരു മാസ്റ്റർ ലീഫിന്റെ ഇക്വേഷനിൽ മാത്രം ചെറിയൊരു മാറ്റമുണ്ട്. L7 is equal to span of leaf L plus ആ ഒരു I വരുന്ന പോർഷന്റെ ഒരു ഡയമീറ്റർ കൂടി നമ്മൾ ഓൾറെഡി പിൻ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ലീഫ് സ്പ്രിങ്ങില് ഓക്കെ, അപ്പൊ ഈ ഒരു സെൻട്രൽ പോർഷനിലാണ് നമ്മുടെ പിന്ന് വരുന്നത്. പിന്നിന്റെ ഡയമീറ്റർ അറിയാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പോർഷന്റെ ലെങ്ത് കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ ഒരു മീൻ ഡയാമീറ്റർ ഓക്കെ, അപ്പൊ അവിടുത്തെ ഒരു മീൻ ഡയമീറ്റർ കിട്ടണമെങ്കിൽ നമുക്ക് പിൻ ഡയമീറ്റർ പ്ലസ് D പ്ലസ് H, അവിടുത്തെ തിക്നെസിന്റെ ഒരു ഹാഫ് ഇവിടെ ഉണ്ടാവും. അതേപോലെ അപ്പുറത്തെ എൻഡിലും ഒരു ഹാഫ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും D പ്ലസ് H ആണ് വരിക. ദെൻ നമുക്ക് ഇതിന്റെ പെരിമീറ്റർ എന്നുള്ള രീതിയിലുള്ള വാല്യൂ, നമുക്കൊരു ഡയമീറ്ററിന്റെ വാല്യൂ ആണ് കിട്ടിയത്. അപ്പൊ അതിനൊരു ലീനിയർ ഡയമെൻഷൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റണം. I എൻഡിന്റെ ലെങ്ത് എന്നുള്ളത് 2π into D പ്ലസ് H. അപ്പൊ രണ്ട് സൈഡിലും ഐസ് ഉള്ളത് കൊണ്ടാണ് സാധാരണ ഗതിയിൽ π into D പ്ലസ് H എന്നുള്ളതാണ് നമ്മുടെ പെരിമീറ്റർ. അപ്പൊ ഇവിടെ രണ്ട് എൻഡിലും ഐസ് വരുന്ന കാരണം 2 times ഓഫ് പെരിമീറ്റർ എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ L7 is equal to L plus 2π into D plus H. L7 is equal to diameter of the pin is 20 mm and thickness of plate H is equal to 10 mm. So ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1288.4. ഓക്കെ, അപ്പൊ ലീഫിന്റെ ലെങ്ത് കണ്ടുപിടിച്ചു. ദെൻ നമ്മൾക്ക് ഇനി സ്റ്റെപ്പ് 5 ആണ് ചെയ്യാനുള്ളത്. റേഡിയസ് ടു വിച്ച് ദ ലീഫ് ഷുഡ് ബി ഇനീഷ്യലി ബെൻഡ്. സ്റ്റെപ്പ് 5 നമ്മൾ കണ്ടുപിടിക്കുന്നത് R is equal to L/2 whole square plus y square divided by 2y. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അറിയാവുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ L is equal to 1100, then y, therefore R is equal to ഓക്കെ. സോ ഈ റേഡിയസിന്റെ വാല്യൂ കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക് യു.